ഗുഡ് മോർണിംഗ്. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ കേട്ടോ, കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അതുമാത്രമല്ല, ഞാൻ കുറച്ച് ദിവസം എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ 2-3-4 വീഡിയോസൊക്കെ ഇട്ടു. പക്ഷേ അതൊക്കെ ഡൗൺ ആയിട്ടുണ്ട് കേട്ടോ. മറ്റത് എൻ്റെ എല്ലാ വീഡിയോയും 1K ഒക്കെ ഏകദേശം ആവാറുണ്ടായിരുന്നു. എല്ലാ വീഡിയോസും ഇട്ടു. ഡെയിലി ഇടുന്ന വീഡിയോസ് 1Kയുടെ അടുത്ത് 1K കഴിഞ്ഞിട്ട് ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ തുടർച്ചയായിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ട്, അതായത് ഒരു 4-5-6 ദിവസമൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്കത് ഡൗൺ ആയത് എന്നുള്ളത് മനസ്സിലായിട്ടോ. കാരണം എല്ലാ വീഡിയോയും നമ്മൾ ഓരോ ദിവസമുള്ള ഇടുന്ന വീഡിയോയും, ഞാൻ ഡെയിലി വീഡിയോ ഇടുന്ന ആളാണല്ലോ. അപ്പോൾ ഓരോ ദിവസം നമ്മൾ ഇടുന്ന വീഡിയോയും ആകുമ്പോഴേ പിറ്റേ ദിവസം, ഇനി അഥവാ പിറ്റേ ദിവസത്തേക്ക് ആയിട്ടില്ല എങ്കിൽ അടുത്ത ദിവസം ആകുമ്പോഴേക്ക് എന്തായാലും ആകും കേട്ടോ. ആ ഒരു രീതിയിലാണ് എൻ്റെ വീഡിയോസൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് ഡൗൺ ആയത് എൻ്റെ ഈ ഒരു വീഡിയോ ഇടാത്തതിൻ്റെ ഒരു കാരണം കൊണ്ടാണ്. അല്ലാതെ കണ്ടൻറ്റ് ബേസ് ചെയ്തിട്ടല്ല കേട്ടോ. കാരണം എൻ്റെ വീഡിയോയിൽ ഒരുപാട് കണ്ടൻറ്റുകളും കാര്യമായിട്ടൊന്നുമില്ല, ഉള്ളത് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും ദിവസവും സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എൻ്റെ വീഡിയോസ് എന്തോ എന്താ പറയുക, ഡെയിലി ഞാൻ ഇടാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായത്. റെക്കമെൻഡേഷനൊന്നും പോകുന്നുണ്ടായിരിക്കില്ല, അങ്ങനെയൊക്കെ ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും എനിക്ക് അവിടെ അതുപോലെ തന്നെ ആവണം എന്നുണ്ട്. കാരണം എനിക്ക് വീഡിയോ തീരെ ഇടാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് കേട്ടോ. എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോസ് ഇടണം എന്നുള്ളത് ഉണ്ട് കേട്ടോ, ദിവസവും. അപ്പോൾ എല്ലാ കൂട്ടുകാരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇത് ഒരു ഈവനിങ് വ്ളോഗും പിന്നെ അതുപോലെ മോർണിംഗ് വ്ളോഗും കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അകത്ത് നമ്മൾ കിച്ചണിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിന് വ്യൂസ് പൊതുവേ ഉണ്ടാവാറില്ല. നേരെ മറിച്ച് പുറത്തുനിന്ന് എടുക്കുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് പുറത്ത് ഉള്ള ഭാഗങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഇപ്രാവശ്യം നമുക്ക് ചെമ്പരത്തിയുടെ പൂവ് നന്നായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ പുഴു വരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ചെമ്പരത്തിയുടെ കൊമ്പൊക്കെ നന്നായിട്ട് വെട്ടും. അത് കാലവും നേരമൊന്നും നോക്കാതെയാണ് വെട്ടാറുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും പൂവ് കിട്ടാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നോക്കുമ്പോൾ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൂവ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ട് ഞാൻ വിചാരിച്ചു അത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം, കാരണം ഞാനിത് വൈകുന്നേരമല്ലേ കണ്ടത്, അപ്പോൾ പിന്നെ എനിക്ക് അതിന് ശേഷം കുളിക്കാനുള്ള ഒരു ടൈം, അതായത് തല വേർത്ത് നിൽക്കുന്ന ആ ഒരു ടൈമിൽ പിന്നെ കുളിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ രാത്രിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുടി ഉണങ്ങാതിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആവുമല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് പറിച്ചിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കാം. നമുക്ക് നാളെ എടുക്കാമല്ലോ, കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നാളെ എടുക്കാൻ പറ്റും. അത്രയ്ക്ക് ചീഞ്ഞ് പോവും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് നാളത്തെ പൂവും കൂടെ ആഡ് ചെയ്തിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചു കേട്ടോ. ഞാൻ മാറ്റി വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ അടുത്ത ഓരോ പണിക്ക് പോയി. വിറക് ഉണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ 2-3-4 മട്ടൽ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് വെള്ളം ഉണ്ടാക്കുന്ന മട്ടലല്ലാതെ തന്നെ ഉള്ളത് അങ്ങോട്ട് കറച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് കറച്ച് വെക്കുമായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ ഇത് അപ്പൂസ് ഉറങ്ങി നീട്ടിട്ട് അവിടെ പോയിട്ട് ആ പൂവൊക്കെ കീഴെടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഓലക്കടിയൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞു. ഓലക്കടിയൊന്നും നമ്മൾ എടുക്കാറില്ല കേട്ടോ. ഓലക്കടിയൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞു. അതിന് ശേഷം ഞാൻ തീ കത്തിക്കാനുള്ള ഒരു 4-5 ഓലക്കടിയും കൊണ്ട് എടുത്തിട്ട് മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ പട്ടയുടെ തുമ്പുണ്ടല്ലോ, ആ ഓലക്കടിയുള്ള തുമ്പ്, ആ തുമ്പ് വെട്ടിയിട്ട് കൊണ്ടുവരും കേട്ടോ. അത്ര എടുക്കണുള്ളേ. അപ്പോൾ അതൊക്കെ ഞാൻ വെട്ടി എടുത്തു വെച്ചു. എന്നിട്ട് അത് അപ്പൂസ് എടുത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അവൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തത് അവന് പറ്റിയില്ല. എന്നാൽ പിന്നെ അവൻ തന്നെ ഓരോന്ന് അങ്ങോട്ട് കൊണ്ടുവച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഈ ഒരു ടൈമിലാണ് മനുവിൻ്റെ പരിപാടി കേട്ടോ. വേറൊന്നുമല്ല, ബജിമുളകില്ലേ, നമ്മൾ ബജി ഉണ്ടാക്കുന്ന മുളക് കൊണ്ട് ബജി ഉണ്ടാക്കില്ലേ, ആ ഒരു മുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ
ഒന്ന് നല്ല രീതിയിൽ വലിയൊരു മുളക് പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നട്ട് വയ്ക്കാം, അതിൻ്റെ വിത്തൊക്കെ നട്ട് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മനു അത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് എടുത്തു കൊണ്ടുവരികയാണ് ചെയ്തത് കേട്ടോ. പിന്നെ നമുക്ക് വൈകുന്നേരം എന്താ മഴയൊന്നുമില്ലെങ്കിൽ ചെടി നനയ്ക്കൽ, ചെടിയായിട്ടോ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് കുറച്ച് ചീര നട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഒരു കറ്റാർ വാഴയുണ്ട്, കുറച്ച് 10 മണി ചെടികളുണ്ട്. പിന്നെ അതുപോലെ റോസിൻ്റെ കൊമ്പൊന്ന് വെട്ടിയിട്ട് വേറെ 1-2 കൊമ്പ് കുത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് നമുക്ക് നനച്ച് കൊടുക്കാനുള്ളത്. പിന്നെ നമ്മൾ നാരങ്ങ മരത്തിനും അതുപോലെ മാവും തൈക്കും കൂടെ ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയുള്ളൂ നമ്മൾ നനയ്ക്കുന്ന പരിപാടികളൊക്കെ. പിന്നെ ഞാൻ കാണിക്കുന്നത് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. രാവിലത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടൈം ഏകദേശമല്ല, കറക്റ്റ് 4:30 കഴിഞ്ഞിരിക്കുന്ന സമയമാണ് കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിലേക്ക് വന്നു. നമ്മളിത് ആദ്യം കുറച്ച് ചായ, ഏട്ടന് കുറച്ച് ചായ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാവിലത്തെ പണി ഏതായാലും ഞാൻ 4:30 എണീറ്റിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ ആ പണികളും കൂടി അങ്ങോട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുട്ടുണ്ടാക്കണം. നമുക്കിന്ന് രാവിലെ ചായക്ക് പുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. ചെറു ചൂട് വെള്ളത്തിലാണ് നമ്മൾ പുട്ടിൻ്റെ മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ പുട്ടുപൊടിയൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് സെറ്റാക്കാം കേട്ടോ. അങ്ങനെ ഞാനൊരു 3 ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊന്ന് ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ചെറു ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിപ്പോൾ ഈ ഒരു ടൈമിലാണെങ്കിൽ കൂടി ഇവിടെ റോഡിലൂടെ വണ്ടികളൊക്കെ പോകുന്നതിൻ്റെ സൗണ്ടൊക്കെ നന്നായിട്ട് കേൾക്കും കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ ചീര അരിഞ്ഞ് പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എണീറ്റപ്പോൾ തന്നെ ഒന്ന് പുറത്തേക്ക് വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് വെള്ളം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്തത് ചീര ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അത് ചട്ടി ഞാൻ വെക്കുകയും ചെയ്തു. എന്നിട്ട് വേഗം പിന്നെ ചട്ടി ഓഫാക്കിയോ എന്ന് എനിക്കൊരു സംശയം കേട്ടോ, ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. ഏതായാലും പിന്നെ ഞാൻ വേഗം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ കുപ്പിയിലേക്ക് നിറയെ ഒഴിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എടുക്കാൻ സുഖമല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ചു. പിന്നെ ഞങ്ങൾ വേഗം ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ. ചീരപ്പേരിയാണ്. അപ്പോഴേക്ക് നമ്മളെ പുട്ടൊരു 2 ട്രിപ്പ് പുട്ട് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. 2 എണ്ണം ആയത് 3-മത്തതാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് അവിടെ റെഡി ആവട്ടെ. ആ ഒരു ടൈമിൽ നമുക്കിത് ഉപ്പേരിയൊക്കെ ഒന്ന് റെഡി ആക്കിയിടാം. പിന്നെ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ കറി ആയാലും ഉപ്പേരി ആയാലും എന്തായാലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് നമ്മളിപ്പോൾ ഇളക്കാൻ കയ്യിലായാലും സ്പൂണായാലും എടുക്കുമ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റും കൂടി അങ്ങോട്ട് വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അല്ലാതെ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മുകളിലാണ് നമ്മൾ വെക്കണമെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ കഴുകാനുള്ള പാത്രത്തിൻ്റെ മുകളിലാണ് വെച്ചാൽ ഞാൻ വെക്കും. ഇല്ല, അത് കഴുകാനുള്ള പാത്രമല്ല, വൃത്തിയിൽ നമ്മൾ വെച്ചിട്ടുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനൊരു പ്ലേറ്റ് എടുത്ത് എന്നിട്ട് ഇവിടെ തന്നെ വെക്കും കേട്ടോ. എന്നിട്ട് അതിലാണ് വെക്കാറുള്ളത്. അല്ലാതെ അങ്ങനെ വേറെ വെക്കുക അല്ലെങ്കിൽ ചട്ടിയിൽ തന്നെ വെക്കുക അങ്ങനെ ചെയ്യില്ല കേട്ടോ. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ അത് പാത്രത്തിൽ നിന്ന് മാറ്റി വേറെ പാത്രത്തിലാക്കി വെക്കും, എന്നിട്ട് സ്പൂണ് മാറ്റും. ഇനി അല്ല ചട്ടിയിൽ തന്നെയാണ് നിൽക്കുന്നത് വെച്ചാൽ ആ സ്പൂണും ആ ചട്ടിയിൽ തന്നെ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചീരക്ക് അവിടെ റെഡി ആവട്ടെ കേട്ടോ. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒന്ന് പുറത്തിറങ്ങി വീഡിയോ എടുക്കാമെന്ന്. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട് കേട്ടോ. 6:30ക്കാണ് ഇപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ പുറത്തുള്ള വീഡിയോസൊക്കെ ഒന്ന് എടുത്തൊക്കെ വന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഉപ്പേരി ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഉപ്പേരി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് അങ്ങോട്ട് ആക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ആവിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്കിതിൽ. അപ്പോൾ ചെറു തീയിൽ കിടന്നിട്ട് അങ്ങനെ വേവട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളൊന്നും പറയാം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് നാളെ കാണാം. ബൈ.